ഫേസിംഗ് ടഫ് ടൈംസ് വിത്ത് സ്ട്രെങ്ത് ആൻഡ് കോൺഫിഡൻസ്. കഷ്ടകാലങ്ങളെ ശക്തിയായി മറികടക്കാം. കഷ്ടകാലം വരുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ എനിക്ക് മാത്രം വരുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്നെ മാത്രം ഫോളോ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയാണല്ലേ. ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക് എല്ലാവർക്കും ഉണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവും, ബിക്കോസ് എവ്രി വൺ ഈസ് ഫേസിങ് ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. സോ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്തായാലും എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും. അതങ്ങനെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യണതാണ്. എന്തുകൊണ്ടാണ് എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെ തന്നെ തുടരുന്നത്, എന്തുകൊണ്ടാണ് എനിക്കൊരു പുരോഗതി ഇല്ലാത്തത്, അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ അഡ്വേഴ്സ് സിറ്റുവേഷൻസ് വരുന്നത് എന്നൊക്കെ, അല്ലേ. അപ്പോൾ കഷ്ടകാലം വരുമ്പോൾ എങ്ങനെ അത് സെൽഫ് കോൺഫിഡൻസോട് കൂടി നേരിടാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, സ്റ്റോപ്പ് ഫൈറ്റിംഗ് റിയാലിറ്റി ഫസ്റ്റ്. നമ്മുടെ റിയാലിറ്റി എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യുക ആൻഡ് ട്രൈ ടു സ്റ്റോപ്പ് ഫൈറ്റിംഗ് വിത്ത് ദ റിയാലിറ്റി. നമ്മുടെ റിയാലിറ്റിയോട് ഫൈറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മുടെ മനസ്സമാധാനം പോകുന്നത്. നമ്മുടെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ അഡ്വേഴ്സ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കുക. ദെൻ ട്രൈ ടു ആക്സെപ്റ്റ് ഇറ്റ്. ഞാൻ ഈ സിറ്റുവേഷനിലാണ് എന്നുള്ള കാര്യം ആക്സെപ്റ്റ് ചെയ്യുക. ആക്സെപ്റ്റ് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. വെൻ സംതിങ് ഹാർഡ് ഹാപ്പൻസ്, മോസ്റ്റ് പീപ്പിൾ വേസ്റ്റ് എനർജി തിങ്കിങ് വൈ മീ, ദിസ് ഷുഡൻറ്റ് ഹാപ്പൻ. അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ എനർജി എല്ലാം ഡ്രെയിൻ ആയി പോവാം. സോ ആക്സെപ്റ്റ് വൺ തിങ് ക്വിക്കലി, ദിസ് ഈസ് ഹാപ്പനിങ്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നൗ വാട്ട് ഐ ക്യാൻ ഡു. ഇനി എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്. ആക്സെപ്റ്റൻസ് ഡസൻ മീൻ യു ലൈക്ക് ഇറ്റ്. നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ സിറ്റുവേഷൻ പൊരുത്തപ്പെട്ടു എന്നല്ല അർത്ഥം. ഇറ്റ് മീൻസ് യു സ്റ്റോപ്പ് ആർഗ്യൂയിങ് വിത്ത് റിയാലിറ്റി ആൻഡ് സ്റ്റാർട്ട് ഡീലിംഗ് വിത്ത് ഇറ്റ്. നമ്മൾ ആ സിറ്റുവേഷനോട് ആർഗ്യൂ ചെയ്യുന്നില്ല, ബട്ട് യു ആർ ട്രൈങ് ടു ഡീലിംഗ് വിത്ത് ഇറ്റ്. നമ്മൾ ആ സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് നമ്മൾ സ്വയം ഒന്ന് കണ്ടുപിടിക്കുക. രണ്ടാമത്തത്, സ്ലോ ഡൗൺ യുവർ റിയാക്ഷൻ. നമ്മളൊരു റിയാക്ഷൻ ഉള്ളതില്ലേ, നമ്മൾ പാനിക് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ആ ഒരു റിയാക്ഷൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാം. നമ്മൾ പാനിക്കാണ്, നമുക്ക് ആങ്സൈറ്റി ഉണ്ട്, അതെല്ലാം അറിയാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യാം. ഫസ്റ്റ് റിയാക്ഷൻ ഈസ് യൂഷ്വലി ഇമോഷണൽ. എന്തൊക്കെ ഇമോഷൻസ് വരാം നമുക്ക്? ഫിയർ വരാം, ആങ്കർ വരാം, പിന്നെ നമ്മൾ പാനിക് ആവാം. ബിഫോർ ഡൂയിങ് എനിത്തിങ്, ടേക്ക് ഫ്യൂ സ്ലോ ബ്രീത്ത്സ്. വെയിറ്റ് ഫോർ എ moment before replying or deciding. Give your brain time to catch up with your emotions. Calm decisions beat fast emotional ones almost every time. നമ്മൾ കാമായിട്ടൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് കൂടുതലായിട്ട് ഇമോഷണലായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളെക്കാളും നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്യും. ബ്രേക്ക് ദ പ്രോബ്ലം ഇൻ ടു സ്മോൾ പീസസ്. എന്ത് തന്നെ പ്രോബ്ലം ആയിക്കോട്ടെ, അതിന് ചെറിയ ചെറിയ കാര്യങ്ങളാക്കാം. ബിഗ് പ്രോബ്ലംസ് ലുക്ക് സ്കാരി ബിക്കോസ് ദേ ഫീൽ ലൈക്ക് വി ഫീൽ ഇറ്റ് ഇസ് വെരി ഹ്യൂജ്, അല്ലേ. വലിയ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്കത് ഭയങ്കര സ്കാരി ആയിട്ട് ഫീൽ ചെയ്യും. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നമ്മൾ ഫേസ് ചെയ്യണ എന്ത് സിറ്റുവേഷൻ ആയാലും നമ്മൾ ആ പ്രോബ്ലം വളരെ ബിഗാണ് ചിന്തിക്കുമ്പോൾ അത് നമ്മളെ പേടിപ്പിച്ച് കളയും. നേരെ മറിച്ച് ആ പ്രോബ്ലത്തിന് ചെറിയ ചെറിയ പ്രോബ്ലംസ് ആക്കാം. ഇപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഫുഡ് സപ്ലൈ കുറവാണ്, ഓക്കെ, ഐ നീഡ് ദ നെസസറി ഫുഡ്. നമുക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മുടെ കയ്യിൽ വേണം. വാട്ട് ഈസ് എക്സാക്ട്ലി പ്രോബ്ലം? എന്താണ് റിയൽ പ്രോബ്ലം? അത് ചോദിക്കുക. വാട്ട് പാർട്ട് ക്യാൻ ഐ ഹാൻഡിൽ ടുഡേ? ആ പ്രോബ്ലത്തിൻ്റെ എന്താണ് ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റുക? ഇന്നത്തെ കാര്യം സോൾവ് ചെയ്യാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ഈസ് എ നെക്സ്റ്റ് സ്മോൾ സ്റ്റെപ്പ്? എന്നെക്കൊണ്ട് പറ്റുന്ന എന്താണ് ചെറിയ സ്റ്റെപ്പ് എനിക്ക് ചെയ്യാൻ പറ്റുക? ചിലപ്പോൾ എല്ലാ പ്രോബ്ലവും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ സ്ട്രെസ് ഇൻറ്റേർണൽ ആവില്ല, എക്സ്റ്റേർണൽ ആവാം. ഇപ്പോൾ കുറേ എക്സ്റ്റേർണൽ സ്ട്രെസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ കൺട്രോൾ അവർ ഇൻറ്റേർണൽ സ്ട്രെസ്. യു ഡോണ്ട് ക്ലൈംബ് എ മൗണ്ടൻ ഇൻ വൺ ജംപ്, വൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അല്ലേ. പിന്നെ ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നു, ദെൻ അനദർ, അങ്ങനെയല്ലേ. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിന് വൺ ബൈ വൺ ആയിട്ട് സ്റ്റെപ്പ് എടുത്ത് കോൺക്വർ ചെയ്യാൻ നോക്കാം. ഫോക്കസ് ഓൺലി ഓൺ വാട്ട് യു ക്യാൻ കൺട്രോൾ. ഇതാണ് റിയൽ ഗെയിം ചേഞ്ചർ. യു ക്യാൻ കൺട്രോൾ ഔട്ട്സൈഡ് സ്ട്രെസ്, അല്ലേ. സോ വാട്ട് യു ക്യാൻ കൺട്രോൾ? നമ്മുടെ ചെറിയ ആറ്റിറ്റ്യൂഡുകൾ, നമ്മുടെ ചെറിയ ആക്ഷൻസ്, വാട്ട് റിയലി ആക്ച്വലി വർക്ക് ഫോർ യു. പിന്നെ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഡോണ്ട് ഡീൽ ഇറ്റ് എലോൺ. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഉറപ്പുള്ള ആളുകളായിട്ട് പ്രോബ്ലം ഷെയർ ചെയ്യുക. അഡ്വേഴ്സ് സിറ്റുവേഷൻസ് ഉണ്ടാവും, ജസ്റ്റ് ഷെയർ. സംടൈംസ് ദേ ക്യാൻ ഗൈഡ് അസ്. പക്ഷെ നമ്മൾ ഗൈഡ് ചെയ്യാൻ സാധിക്കാത്ത ആളുടെ അടുത്ത് പോയിട്ട് ഹെൽപ്പ് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. പിന്നെ കീപ്പ് യുവർ ഡെയിലി ബേസിക് സ്ട്രോങ്. ഒരു അഡ്വേഴ്സ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ റുട്ടീൻ മാറിപ്പോവും. വെൻ ലൈഫ് ഗെറ്റ്സ് ഹാർഡ്, പീപ്പിൾ സ്റ്റോപ്പ് ഡൂയിങ് സിമ്പിൾ തിങ്സ്. അതൊരു വേഴ്സ് മിസ്റ്റേക്കാണ്. നമ്മൾക്ക് നമ്മളുടെ ബോഡി കറക്റ്റ് ആയാൽ മാത്രമേ, നമ്മുടെ ബോഡി ഹെൽത്തി ആയാൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലം ഫേസ് ചെയ്യാനുള്ള ഒരു മാർഗം നമ്മുടെ മുമ്പിൽ പോലും തെളിയുള്ളൂ.
വി ഹാവ് ടു സ്ലീപ്പ് പ്രോപ്പർലി. നമ്മൾ ആ പ്രോബ്ലത്തിൻ്റെ മുമ്പിൽ അലേർട്ടായിരിക്കണം, പക്ഷെ നമ്മുടെ ബേസിക്സ് നമ്മൾ കറക്റ്റ് ആയിരിക്കണം. ഉറക്കം ശരിയായിരിക്കണം, ഭക്ഷണം ശരിയായി കഴിക്കണം. നമ്മൾ എന്തിലാണോ വർക്ക് ചെയ്യുന്നത് അത് സ്മോൾ സെഷനായിട്ടെങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. മൂവ് യുവർ ബോഡി ലിറ്റിൽ. കുറച്ചൊക്കെ നമ്മുടെ ബോഡി മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ്സ് പതിയെ പതിയെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പോവും. റുട്ടീൻ ഗിവ് സ്റ്റെബിലിറ്റി വെൻ ഇമോഷൻ ഫീൽ അൺസ്റ്റേബിൾ. നമ്മൾ ആ റുട്ടീൻ തെറ്റിപ്പോവില്ല. ഒരു ഡേ റുട്ടീൻ തെറ്റിപ്പോയാലും വിഷമിക്കേണ്ട. നെക്സ്റ്റ് ഡേ ട്രൈ ടു കീപ്പ് അപ്പ്. ചേഞ്ച് ദ ക്വസ്റ്റ്യൻ ഇൻ മൈൻഡ് ഇൻസ്റ്റെഡ് ഓഫ് വൈ ദിസ് ഇസ് ഹാപ്പനിങ്. സോ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇത് എന്തുകൊണ്ട് ഉണ്ടാവണം എന്ന് കൂടുതൽ ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര അപ്സെറ്റായി പോകും, നമ്മൾ ആങ്ഷ്യസ് ആയി പോകും. നമ്മുടെ ചുറ്റുമുള്ളവരും ആ ഒരു ആങ്ഷ്യസ് സിറ്റുവേഷനിൽ കൂടെ പാസ് ചെയ്യേണ്ടി വരും. സോ ഹൗ ക്യാൻ ഐ ഗ്രോ ഫ്രം ദിസ്? നമുക്ക് ഇതിൽ നിന്ന് എന്ത് പഠിച്ച് മുന്നേറാൻ പറ്റും? എവറി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ സീക്രട്ട്ലി ട്രെയിൻ സംതിങ്. പേഷ്യൻസ്, കറേജ്, പ്രോബ്ലം സോൾവിങ്, ദെൻ കോൺഫിഡൻസ്. Remember always, hard times don't stay permanent. Every tough phase in everyone's lifetime, it leads to personal and um, it just diminish. നമ്മൾ പേഴ്സണലായിട്ട് എടുക്കും, ചിലപ്പോൾ ഗ്ലോബലായിരിക്കാം, പക്ഷേ ഇതെല്ലാം നമ്മളിൽ നിന്നത് പോവും. ഇതൊന്നും ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഹാർഡായിക്കോട്ടെ, ടഫറായിക്കോട്ടെ, ഇത് ലാസ്റ്റ് ചെയ്യില്ല. പക്ഷെ നമ്മുടെ ഫീലിങ്സ് എന്താ നമ്മളോട് പറയാം? ദിസ് ഈസ് ഗോയിങ് ടു ലാസ്റ്റ് എന്ന് പറയുമല്ലേ, ദിസ് വിൽ ലാസ്റ്റ് എന്ന് പറയും നമ്മുടെ ഫീലിങ്സ്. ബട്ട് റിയാലിറ്റി സീസ് ദിസ് ഇസ് ടെമ്പററി, ദിസ് ഷാൽ പാസ്, ദിസ് ടു ഷാൽ പാസ്. യു ജസ്റ്റ് നീഡ് ടു കീപ് മൂവിങ് ഫോർവേഡ് അൺടിൽ ദ വേവ് സെറ്റിൽസ്. നമ്മൾ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. സിമ്പിൾ റൂൾ ടു റിമെമ്പർ: പോസ്, തിങ്ക്, ആക്ട്, ലേൺ ആൻഡ് മൂവ് ഫോർവേഡ്. സോ ഫേസിങ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാത്ത ആളുകളില്ല. ശക്തനായി നമ്മൾ വിചാരിക്കുന്ന ആളുകൾക്ക് പോലും ധാരാളം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോവാതിരിക്കലാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. എന്തുകൊണ്ട് എനിക്ക് മാത്രം എന്ന് ചിന്തിക്കാതെ സംഭവിച്ചതിനെ ആദ്യം സ്വീകരിക്കുക. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക. പിന്നെ നമ്മുടെ റുട്ടീൻസ് മാറ്റാതിരിക്കുക. ചിന്തകൾ കൂടുതലാകുമ്പോൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ബ്രീത്തിങ് ആയിട്ടുള്ള ചില എക്സസൈസുകൾ നമ്മുടെ ബോഡീനെ കുറച്ച് സ്റ്റഡിയാക്കും. നമ്മുടെ ബ്രീത്തിങ് എക്സസൈസുകൾ കുറച്ചും കൂടിയും നമ്മുടെ ആ ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്സിനെ ഒന്ന് കുറയ്ക്കാൻ സഹായിക്കും. നമ്മുടെ ശ്വാസഗതിയിലെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ കൂടുതൽ സ്ട്രെസ് ആയിരിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ? ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. മൂക്കിലൂടെ 4 സെക്കൻഡ് ശ്വാസം എടുക്കുക, നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യാം, 2 സെക്കൻഡ് പിടിച്ച് നിർത്തുക, ദെൻ അത് പതിയെ ശ്വാസം വിട്ട് കളയാം. ഇത് 5 പ്രാവശ്യം ആവർത്തിക്കാം. ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ 5 പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് 3 ടൈംസ്. അപ്പോൾ നമ്മുടെ ആ പാനിക് സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു കാംനെസ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴുള്ള ആ ഒരു ടൈമില്ലേ അതിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുവരാം. സോ വാട്ട് ഈസ് അവർ സിറ്റുവേഷൻ നൗ എന്നുള്ളത്. ഗ്രൗണ്ട് യുവർ സെൽഫ് ഇൻ ദ പ്രസൻറ്റ്. ലൈക്ക് 5 4 2 3 1 3 2 1 മെത്തേഡ് ഉണ്ടല്ലോ. 5 things you can see, 4 things you can touch, 3 things you can hear, 2 things you can smell and 1 thing you can taste. അങ്ങനെ ഒരു മെത്തേഡ് ഗ്രൗണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ടോക്ക് ബാക്ക്, ലൈക്ക് നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യാം. ടെൽ യുവർ സെൽഫ് ക്ലിയർലി, ഐ ആം സേഫ്. നമ്മളോട് തന്നെ പറയാം, ഐ ആം സേഫ്. ദിസ് ഫീലിംഗ് വിൽ പാസ്. ഇറ്റ്സ് ജസ്റ്റ് മൈ ബോഡി റിയാക്ടിങ്. എന്തെങ്കിലും പാനിക് സിറ്റുവേഷൻ വന്നെങ്കിൽ അത് പറയാം. ട്രൈ ടു ഡു ദിസ് റിപ്പീറ്റഡ്ലി, ഐ ആം സേഫ്. സോ നമുക്ക് ഒരു ഇന്നർ സ്ട്രെങ്ത് കിട്ടും. മൂവ് യുവർ ബോഡി സ്ലൈറ്റ്ലി. എപ്പോഴും ഫ്രീസ് ആയിരിക്കരുത്, സ്ലോ വാക്കിംഗ് ചെയ്യാം. സ്ട്രെച്ച് യുവർ ഹാൻഡ്സ്, റോൾ യുവർ ഷോൾഡേഴ്സ്. മൂവ്മെൻറ്റ് ടെൽസ് യുവർ നെർവസ് സിസ്റ്റം യു ആർ നോട്ട് ട്രാപ്ഡ്. നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനോട് നമ്മൾ പറയണം യു ആർ നോട്ട് ട്രാപ്ഡ്, യു ആർ സേഫ് എന്നുള്ളത്. പാനിക് ട്രിഗർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ടു മച്ച് കഫീൻ ഒഴിവാക്കാം. ഉറക്കം, മെയിനായിട്ട് ഉറക്കം നമ്മൾ സ്റ്റഡിയാക്കണം. മീൽ സ്കിപ്പ് ചെയ്യാതിരിക്കാം. പിന്നെ കോൺസ്റ്റൻ്റായിട്ട് ഫോൺ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് വരാം ചിലപ്പോൾ.
അപ്പോൾ അത് പിന്നെ ഓവർ തിങ്കിങ് അലോൺ ഫോർ ലോങ് പീരീഡ്, ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അത് സ്ട്രെസ് ഉണ്ടാക്കാം. ചെറിയ ബേസിക് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാം. പിന്നെ ഷ്രിങ്ക് ദ സിറ്റുവേഷൻ, നമ്മൾ വാട്ട് ഇസ് നെക്സ്റ്റ് സ്മോൾ തിങ് എന്നുള്ളത് ചിന്തിച്ച് അതിനോടുകൂടി അത് ആ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രവർത്തിക്കാം. ലെറ്റ് ദ ഫീലിംഗ് പാസ്, ആ ഒരു ഫീലിംഗ് ഉള്ളിലുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ദ മോർ ട്രൈ ടു ഫോഴ്സ് എ പാനിക് അവേ ദ സ്ട്രോങ്ങർ ഇറ്റ് ഫീൽസ്. നമ്മൾ പാനിക് ആണ് സിറ്റുവേഷൻ എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ കരുതാണ്ട് ഞാൻ അങ്ങനെയാണ് ബട്ട് ഐ ക്യാൻ ചേഞ്ച് മൈ ഫീലിങ്സ്, എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, സോ ബട്ട് ഐ ആം സേഫ് എന്നുള്ള ആ ഒരു ഫീലിങ്ങിലേക്ക് കൊണ്ടുവരാം. റിലാക്സ് യുവർ സെൽഫ്. ഇനി സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ നമ്മളോട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് നടത്താനും ഉള്ളൊരു സമയമായിട്ട് ഇതിനെ കണക്കാക്കാം. ഓർക്കാനായിട്ട് ഒരു വരി പറയാം: കഠിനമായ സമയങ്ങൾ ഒരിക്കലും പെർമനൻ്റ് അല്ല. നമ്മൾ ശക്തരാണ്. നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മുടെ ക്ഷമ, ധൈര്യം, ആത്മവിശ്വാസം ഇവയാണ്. സോ ബി സ്ട്രോങ്, സ്റ്റേ സ്ട്രോങ്. ദിസ് ടു ഷാൽ പാസ്.